ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ തിഹാർ ജയിൽ ജീവിതം 2-ാം ദിവസത്തേക്ക് കടന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില നോക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ജയിലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മന്ത്രി അതിഷി മെർലനോ ഒരു കാര്യം വെളിപ്പെടുത്തി. അവർ ഇന്നലെ പറഞ്ഞിരുന്നു, നാളെ ഞാനൊരു കാര്യം വെളിപ്പെടുത്തും, ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം എന്നവർ പറഞ്ഞിരുന്നു. ഇന്ന് അതിഷി പറഞ്ഞത് എന്താണ്? BJP ആം ആദ്മി പാർട്ടിയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒരു അജണ്ട AAPയുടെ മന്ത്രിമാരെ ജയിലിലേക്ക് അയക്കുക, നേതാക്കളെയല്ല, അല്ലാത്തവരോട് BJPയിൽ ചേരാൻ പറയുക. അപ്പൊ അതിഷി പറഞ്ഞിരിക്കുന്നത്, വളരെ മുമ്പേ എനിക്ക് മെസ്സേജ് കിട്ടിയിരുന്നു, ഒന്നുകിൽ BJPയിൽ ചേരുക, അല്ലെങ്കിൽ സിസോദിയെ പോലുള്ളവരുടെ ഗതി നിങ്ങൾക്കും വരുമെന്ന് മാസങ്ങൾക്ക് മുമ്പേ BJP ക്യാമ്പിൽ നിന്ന് തനിക്ക് മെസ്സേജ് കിട്ടിയിരുന്നു എന്നാണ് ഡൽഹിയിലെ ക്യാബിനറ്റ് മന്ത്രി അതിഷി എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചെറിയ കാര്യമല്ല, ഇത് വെറും ഒരു ആരോപണമല്ല. കാരണം ഓൾറെഡി മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും പിടിച്ച് ജയിലിലാക്കിയിരിക്കുകയാണ്. അപ്പം ആദ്മി പാർട്ടിയെ നയിക്കാൻ നേതാക്കൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ, BJPയിൽ ചേരുന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പിടിച്ച് ജയിലിലിടും. അപ്പം ഇനി വൈകാതെ അതീഷിക്കെതിരെയും ED കേസ് വരും. അതീഷിയുടെയും 2 മന്ത്രിമാരുടെ പേര് EDയോട് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു നാടകം ഇപ്പം ED കോടതി കളിച്ചിട്ടുണ്ട്. അതൊരു അടുത്ത സൂചനയാണ്. അതായത് കേജ്രിവാൾ പറഞ്ഞത് എന്താവും നമുക്ക് ഊഹിക്കാം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക, ഈ മദ്യനയ കേസിലെ ഫയല് നേരിട്ട് എൻ്റെ അടുത്തല്ല ഇത് ബന്ധപ്പെട്ടവർ കൊണ്ടുവന്നിരുന്നത്, അത് ഇന്ന മന്ത്രിമാരുടെ ചുമതലയിൽ കൊടുത്തിരുന്നതാണ്, ഞാൻ അത്തരം ഫയലുകളിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല എന്ന് അദ്ദേഹം സത്യസന്ധമായിട്ട് പറഞ്ഞതിനെ ED വളച്ചൊടിച്ചിട്ട്, കേജ്രിവാൾ ഞങ്ങൾക്ക് തന്ന മൊഴിയിൽ ചോദ്യം ചെയ്യലിൽ അതിഷിയുടെ ഉൾപ്പെടെ 2 മന്ത്രിമാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു മുൻകൂർ ജാമ്യ EDയുടെ കോടതിയിലെ അടുത്ത സമൺസ് വരാൻ പോകുന്നത് അതീഷിക്കും മറ്റു മന്ത്രിമാർക്കും എതിരെയായിരിക്കും. BJPയിൽ ചേർന്ന പ്രശ്നമില്ല. ഇത്രയും വൃത്തികെട്ട രാഷ്ട്രീയ അട്ടിമറികളാണ് ഈ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. ഇതിലെന്ത് ധാർമ്മികതയുണ്ട്, എന്ത് ജനാധിപത്യമുണ്ട് ഇതിനകത്ത്? അപ്പൊ അതിഷി പറഞ്ഞതിനെ നമ്മൾ അങ്ങനെ എഴുതി തള്ളേണ്ട കാര്യമില്ല. ആം ആദ്മി പാർട്ടിയുടെ കൂടുതൽ നേതാക്കൾക്കെതിരെ ED അന്വേഷണവും മറ്റന്വേഷണങ്ങളും വരും. ഇതുവരെയും നരേന്ദ്രമോദി സർക്കാർ ഈ പൊളിറ്റിക്കൽ ഗെയിം അവർക്ക് നഷ്ടമുണ്ടാക്കുമെന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ കൂടുതൽ നടപടി വരും. ഇല്ലെങ്കിൽ യജമാനൻ ഭൃത്യന്മാരോട് പറയും, ED ഭൃത്യന്മാരോട് പറയും, കൂടുതൽ പണിക്ക് പോകണ്ട, നമുക്ക് തിരിച്ചടി ഉണ്ടാവും, അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നടപടി ഉണ്ടാവില്ല. അത് യജമാനെ തീരുമാനിക്കുക, വിശ്വഗുരു. നോക്കാം, വരും ദിവസങ്ങൾ നമുക്കറിയാൻ പറ്റും. നരേന്ദ്രമോദി സർക്കാരിന് ഒരു പുനർവിചിന്തനം സംഭവിച്ചോ, തലമണ്ടയ്ക്ക് അടി കിട്ടും, തിരിച്ചടി ഉണ്ടാവും ലോക്സഭാ ഇലക്ഷനിൽ എന്നുള്ള തോന്നൽ വന്നോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ ED സ്വീകരിക്കുന്ന നിലപാടുകൾ, കേസുകളുടെ സ്വഭാവം കൊണ്ട് നമുക്ക് ഊഹിക്കാൻ പറ്റും. പ്രത്യേകിച്ചും കേജ്രിവാളിന്റെ കേസിൽ ഇതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഞങ്ങൾക്ക് ഇതിനകത്ത് വലിയ സംശയങ്ങൾ ഒന്നുമേ ഇല്ല. ഇനി ഒരു കാര്യം, തിഹാർ ജയിലിൽ കേജ്രിവാൾ ആദ്യം പോയി കിടക്കുന്നതൊന്നും അല്ല, അത് നമ്മൾ ഓർത്തിരിക്കുക. മുമ്പ് 2011 7 ദിവസം അദ്ദേഹം തിഹാർ ജയിലിൽ കിടന്ന ആളാണ്. അതായത് ജയിലിലെ കിടപ്പ് പുള്ളിക്ക് പുതിയൊരു കാര്യമൊന്നും അല്ല. അതെന്തായിരുന്നു? ലോക്പാൽ ബിൽ വിഷയത്തിൽ അന്നത്തെ UPA 2 സർക്കാരിനെതിരെ സമരം ചെയ്ത്, മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ സമരം ചെയ്ത്, അന്നാ ഹസാരെയുടെ ഒപ്പം വേദി പങ്കിട്ട് അതിലെ ഒരു വലിയ സമര നായകനായിട്ട് മാറി. ഹസാരെയും അരവിന്ദ് കെജ്രിവാളിനെ ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ആ കാലത്ത് 2011 കേജ്രിവാൾ 7 ദിവസം തിഹാർ ജയിലിൽ കിടന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു ഐറണി എന്ന് പറഞ്ഞാൽ, അന്ന് അഴിമതിക്കെതിരെ നടന്ന സമരത്തിനാണ് ജയിലിൽ പോയി കിടക്കുന്നതെങ്കിൽ ഇന്ന് പോയി കിടക്കുന്നത് അഴിമതി എന്ന രൂപത്തിൽ കെട്ടിച്ചമച്ച ED കേസിന്റെ പേരിലാണെന്നുള്ള വ്യത്യാസം മാത്രം. കാരണം കേജ്രിവാൾ അഴിമതി ചെയ്തൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ കേസ്
കരുതിക്കൂട്ടി ഫാബ്രിക്കേറ്റ് ചെയ്ത വ്യാജ കേസാണെന്ന് ആ കേസിന്റെ നാൾ വഴി കഴിഞ്ഞ 3 വർഷത്തെ മുഴുവൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. അപ്പൊ ഇതൊരു വ്യാജ കേസാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജാതകത്തിൽ ഇങ്ങനെ ഉണ്ടാവാം. അഴിമതിക്കെതിരെ സമരം ചെയ്ത ഒരാള് തനിക്കെതിരെ ഒരു അഴിമതി കേസ് വ്യാജമായിട്ടുണ്ടാക്കിയിട്ട് അതേ ജയിലിൽ പോയി കിടക്കേണ്ടി വരിക. അന്ന് 7 ദിവസം, ഇന്നിപ്പോ ഇനി എത്ര ദിവസം കിടക്കുമെന്ന് നമുക്ക് അറിയില്ല. ഏപ്രിൽ 15 വരെ ആകുമ്പോൾ തന്നെ 7 ദിവസത്തിലധികം ആവുമല്ലോ. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം.